ാണ് ഇപ്പോൾ നമ്മൾ തിരുവനന്തപുരത്തെ ഒക്കെ അപേക്ഷിച്ച് അവിടുത്തെ വിശേഷങ്ങൾ പറഞ്ഞു കേട്ടു. അവിടേക്ക് അപേക്ഷിച്ച് തൃശ്ശൂരിലേക്ക് വീണ്ടും കുറേയേറെ മാറ്റങ്ങളുണ്ട്. പത്മനാഭന്റെ മണ്ണിലാണ് അവിടെയെങ്കിൽ ഇവിടെ വടക്കുന്നാഥന്റെ മണ്ണിലെ ഓണാഘോഷമാണ്. എന്താണ് തൃശ്ശൂരിലെ വിശേഷം? വിപണികളൊക്കെ വലിയ തിരക്കുണ്ടോ? ലിവിൻ, എന്താണ് വിശേഷങ്ങൾ? അരുണ്യ, പത്മനാഭന്റെ മണ്ണിൽ നിന്നും വടക്കുന്നാഥന്റെ മണ്ണിലേക്ക് വരുമ്പോഴുള്ള കാഴ്ചയാണ് ഇത്. എനിക്ക് ചുറ്റും കാണുന്നത് ഈ വടക്കുന്നാഥ മൈതാനമാണ്, തേക്കിൻകാട് മൈതാനമാണ്, തെക്കേ ഗോപുര നടയാണ്. സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ, സാധാരണക്കാരായ കച്ചവടക്കാരെല്ലാവരും ഇങ്ങനെ വന്ന് നിൽക്കുന്നതാണ്. നമുക്ക് കച്ചവടത്തിന്റെ കാഴ്ചകൾ കാണിച്ചു തരണമെങ്കിൽ ശക്തൻ മാർക്കറ്റുണ്ട്, അതേപോലെ തെക്കേ ഗോപുര നടയിൽ തന്നെയുള്ള പടിഞ്ഞാറേ ഗോപുര നടയിലേക്ക് സമീപത്തുള്ള പൂക്കച്ചവടമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങൾ, തൃശ്ശൂരിന്റെ മാർക്കറ്റ് കേന്ദ്രങ്ങളെ ഒരുപാട് നമുക്ക് കാണിച്ചു തരാം. പക്ഷേ ഏറ്റവും കൂടുതൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ വരുന്നത് ഈ തെക്കേ ഗോപുര നടയിലാണ്. അവസാന നിമിഷത്തെ ഓട്ടപ്പാച്ചിലിന് വേണ്ടി, ഉത്രാടപ്പാച്ചിലിന് വേണ്ടി ഈ വരുന്ന മനുഷ്യരുടെ ഒരു വലിയ തിരക്കാണ് ഈ കാണുന്നത്. ഒരു പ്രത്യേക മാർക്കറ്റ് കേന്ദ്രമല്ല. എനിക്ക് ചുറ്റും കാണുന്ന ഈ മനുഷ്യരെ കണ്ടു നോക്കൂ. ഇതെല്ലാവരും ഈ ഓണം അവസാന വട്ടത്തേക്ക് ഓണപ്പാച്ചിലിന് വേണ്ടി എത്തുന്ന, ഉത്രാടപ്പാച്ചിലിന് വേണ്ടി എത്തുന്ന മനുഷ്യരാണ്. അവരെല്ലാവരും അവർക്ക് ആവശ്യമായതെല്ലാം, അതായത് ഓണത്തപ്പൻ മുതൽ തൂഷനില വരെ ഇവിടെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നമുക്ക് പറയാനാവുന്നത്. വലിയ തിരക്ക് തന്നെയാണ് ഇവിടെ എല്ലാം നമുക്ക് കാണാനാകുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മണിക്കൂറുകളും ആഴ്ചകളും ഒക്കെ പിന്നിട്ടിട്ടുള്ള ഷോപ്പിംഗ് പലരും നടത്തിയിട്ടുണ്ട്. പക്ഷെ അവസാന നിമിഷത്തിലേക്ക് വരുമ്പോൾ ഇവിടെ തുണിയുണ്ട്, പാത്രങ്ങളുണ്ട്, ഓണത്തപ്പനുണ്ട്, അങ്ങനെ ഓരോരോ സാധനങ്ങളും വാങ്ങുന്നതിന് വേണ്ടി ഇങ്ങനെ പല വിധത്തിലായിട്ടുള്ള മനുഷ്യരിങ്ങനെ എത്തുന്ന കാഴ്ചകളാണ് നമുക്ക് കാണുന്നത്. ഇവിടെ ചെറുകിട തുണിക്കച്ചവടങ്ങളൊക്കെ ഉണ്ട്, പട്ടുസാരിയും മറ്റുമൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട്. ഈ ചേച്ചിമാരൊക്കെ ഉണ്ട്. ചേച്ചിമാരെ, എങ്ങനെയാ ഉത്രാടപ്പാച്ചിലിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെ തിരക്കൊക്കെ കഴിഞ്ഞോ? അവസാനത്തിലുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. എന്താണ് ഇനി വാങ്ങാനുള്ളത്? എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടോ? ഓർത്ത് നോക്കി. ഇല്ല, വാങ്ങാനുള്ളതൊക്കെ അത്യാവശ്യം വാങ്ങിച്ചു കഴിഞ്ഞു. തെക്കേ ഗോപുര നട വരാനുള്ള കാരണം എന്താണ്? പർച്ചേസിങ് തന്നെ. എന്താണ് ഇനി വാങ്ങാനുള്ളത്? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാരുടെ സാധനങ്ങളൊക്കെ അത്യാവശ്യം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നമുക്ക് തുണിക്കച്ചവടത്തിൻ്റെതായിട്ടുള്ള, അല്ലെങ്കിൽ ഈ പറയുന്ന മുണ്ടും നേരിതും ഒക്കെ ആയിട്ടുള്ള കച്ചവടത്തിന്റെ സെയിലിൻ്റെതായിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. അത് ഈ അവസ്ഥ. ചേച്ചിയെ, വലിയ മഴയായിരുന്നു. ആ മഴക്കിടയിലും വലിയ കച്ചവടമാണ് നടക്കുന്നത് അല്ലേ? വലിയ കച്ചവടം പറയാൻ പറ്റൂല, എങ്കിലും കുഴപ്പമില്ല. അത്യാവശ്യം ആളുകളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ അത്തം വെളുത്തതായിരുന്നു, ഓണം കറുത്തതാകുമെന്ന് തോന്നുന്നുണ്ട്. മഴയൊക്കെ ഉണ്ട് ശരിക്കും. അത് ഞങ്ങളെപ്പോലുള്ള ആൾക്കാരെ കൂടുതലും ബാധിച്ചിരിക്കുന്നത് അല്ലേ? മോളെ ഉടുപ്പൊക്കെ വാങ്ങിയോ? പറഞ്ഞേ, വാങ്ങിയോ? ചേച്ചി വാങ്ങിയോ ഉടുപ്പൊക്കെ? ഞങ്ങളിതേ നോക്കിക്കൊണ്ടിരിക്കുന്നു. അവസാനത്തെ ലാസ്റ്റിലുള്ള അതെ തന്നെ, അവസാനത്തെ നോക്കില്ല. ഇന്നത്തെയും കൂടി അത്രേ ഉള്ളു ബാക്കി. ചേച്ചി, ഉപ്പേരിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല. ഇത് നമ്മളെ ഇങ്ങനെ സീസൺ ഇതിനെ ബാധിച്ചിട്ടുണ്ട്. മഴ ഒക്കെ. ഇത് എത്രയാ ഉപ്പേരിക്ക്? ഉപ്പേരിക്ക് 350, അര കിലോ ഉണ്ട്. ഇതെന്താ? അത് അവലോസ് പൊടി. പിന്നെ അച്ചാറുകളുണ്ട്. അച്ചാറുകളൊക്കെ നമ്മളെ ഇതിലെ കുടുംബശ്രീയുടെ ഇതാണ്. പുളിഞ്ചി ചെറിയ എല്ലാവർക്കും കുറച്ച് ക്വാണ്ടിറ്റി കുറച്ച് മതി എന്ന് പറഞ്ഞു. എന്തായാലും ഒരിക്കൽ കൂടി ഉത്രാട ദിന ആശംസകൾ, ഓണാശംസകൾ നേരുകയാണ്. കുടുംബത്തോടൊപ്പവും ഒപ്പം ഓഫീസിനോടൊപ്പവും ഓണാഘോഷം തകൃതിയായി അടിപൊളിയാക്കുക.